Dear students, today we will concentrate about the AVR interrupts. There are many sources of interrupts in AVR depending on the peripherals into the chip. The following are the some of the most widely used sources of interrupts in AVR. AVRൽ ഏതൊക്കെ പെരിഫറൽ ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനകത്ത് വരുന്ന ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. എന്നാലും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻട്രപ്റ്റ്സ് ഇൻ AVR ആർ ഫസ്റ്റ് വൺ ഈസ് ദ ടൈമർ. There are at least 2 interrupts set for each of the timers. They are timer overflow and compare and match interrupts. Second one is the external hardware interrupts. Mainly 3 interrupts are set aside for external hardware. First one is interrupt 0. Interrupt 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും PD2, അതായത് പിൻ നമ്പർ 16 ഓഫ് അറ്റ്മഗ 32-ൽ PD2 പോർട്ട് ഡിയിലെ 2 PD2 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ interrupt 1 PD3 pin number 17. Then next last one is interrupt 2 PB port B le 2 second bit ആണ്, അതായത് PB2 ആണ് നമ്മൾ മെയിൻ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ആണ് interrupt 0, interrupt 1, interrupt 2. They are directly connected to the pins of ATmega 32 pin number 3, pin number 16 and pin number 17. Next is USART. USART means സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് USART. 3 ഇൻട്രപ്റ്റ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. 1 for receiving and another 2 are used for transmit options. Next one is SPI. SPI means സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ്. അവിടെ SPIയിൽ ഏത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദർ ഈസ് എ രജിസ്റ്റർ നെയിംഡ് ആസ് SPI കൺട്രോൾ രജിസ്റ്റർ, ദാറ്റ് ഈസ് SPCR. SPCRൻ്റെ നോക്കുക ബിറ്റ് നമ്പർ 7 നെയിംഡ് ആസ് SPIE, ദാറ്റ് ഈസ് SPI ഇൻട്രപ്റ്റ് എനേബിൾ ബിറ്റ്. ഈ ബിറ്റ് 1 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ ബിറ്റ് 1 ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻട്രപ്റ്റ് എനേബിൾ ആവും. 0 ആയിട്ടാണെങ്കിൽ ഇൻട്രപ്റ്റ് ഡിസേബിൾഡ് ആവും. ഇങ്ങനെയാണ് SPI ഇൻട്രപ്റ്റ് സെറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ADC. ADC മീൻസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പല ആപ്ലിക്കേഷനും യൂസ് ചെയ്യുന്നത്. ദെൻ ADCക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്, ADC SRA രജിസ്റ്റർ. ദാറ്റ് മീൻസ് ADC സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റർ. അതിൽ ബിറ്റ് 7 എന്ന് പറയുന്നത് ADEN പിൻ മീൻസ് ADC എനേബിൾ പിൻ. ഈ ADC എനേബിൾ പിൻ 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ADC ഇൻട്രപ്റ്റ് എനേബിൾ ആവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 5 ഇൻട്രപ്റ്റ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ടൈമറിന് അറ്റ്ലീസ്റ്റ് 2 ഇൻട്രപ്റ്റ്സ് ഫോർ എവരി ടൈമർ 0, ടൈമർ 1, ടൈമർ 2, 3 ടൈമേഴ്സ് ഉണ്ട്. ടൈമേഴ്സിനെ പറ്റിയിട്ടൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ്, interrupt 0, interrupt 1, interrupt 2, അത് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ പിൻ നമ്പേഴ്സ് ഓഫ് ദ ATmega 32. ദെൻ USART 3 interrupts are used, 1 for receiving and another 2 for data transmission. ദെൻ SPIയും ADCയും നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ രജിസ്റ്ററിൽ പോയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ രജിസ്റ്ററിൽ പോയിട്ട് ബിറ്റ് എനേബിൾ ചെയ്ത് കൊടുക്കണം, ഇൻട്രപ്റ്റ് ബിറ്റ് എനേബിൾ ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് വൺ ലിമിറ്റഡ് നമ്പർ ഓഫ് ബൈറ്റ്സ് ആർ സെറ്റ് അസൈഡ് ഫോർ ദ ഇൻട്രപ്റ്റ്സ്. ഇത് നമ്മൾ നോർമലി ഒരു ഇൻട്രപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിളിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തെ മെമ്മറി ലൊക്കേഷൻ ലിമിറ്റഡ് ഏരിയ ആയതുകൊണ്ട് അവിടെ ഒരു ജമ്പ് ഇൻസ്ട്രക്ഷനെ കൊടുത്തിരിക്കുന്നത്, അഡ്രസ്സ് ഏത് ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യണം. ഇത് ആ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ISR എന്ന് പറയുന്ന പെർട്ടിക്കുലർ ആ ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ISRൻ്റെ അഡ്രസ്സാണ് നോർമലി അവിടെ കൊടുക്കുന്നത്.
ഇപ്പോൾ നോക്കുക, ഇതിൽ നോക്കുകയാണെങ്കിൽ ഇൻട്രപ്റ്റ് വെക്റ്റർ ടേബിൾ ആണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് റീസെറ്റ്. ഹയസ്റ്റ് പ്രയോറിറ്റി പ്രോഗ്രാം അഡ്രസ്സ് ഏറ്റവും ലോവസ്റ്റ് വരുന്നതാണ് ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീസെറ്റ് പിൻ. ദെൻ ഇൻട്രപ്റ്റ് 0, ഇൻട്രപ്റ്റ് 1, ഇൻട്രപ്റ്റ് 2 ആർ ദ നെക്സ്റ്റ് ഇൻട്രപ്റ്റ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ടൈമർ. അപ്പോൾ ഇതിനെല്ലാം പറയുന്ന പർട്ടിക്കുലർ അഡ്രസ്സാണ്, പ്രോഗ്രാം അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കുക ചെയ്യുന്നത്, ലോഡ് ചെയ്യുക ചെയ്യുന്നത്. ഈ ലൊക്കേഷനിൽ പോകുമ്പോഴത്തേക്കായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ISR റൂട്ടിൻ അവിടെ ആ സോഫ്റ്റ്വെയറിൽ എഴുതിയിരിക്കുന്നത്. Then for that reason jump instruction is placed in the vector table to point the address of the ISR. jump എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ നമ്മൾ കൊടുക്കുക ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രോഗ്രാമിലേക്ക് അത് ജമ്പ് ചെയ്യും. Then how to enable and disable an interrupt. When a processor is reset, all the interrupts are disabled. But how we can enable that interrupt? By using a software. That is, these are when the processor is reset, all the interrupts are masked. None will be responded by the processor if they are activated. അപ്പം എക്സ്റ്റേണൽ ഒരു റീസെറ്റിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്ത് വരുന്ന ഏതെങ്കിലും ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ അതിന് റെസ്പോണ്ട് ചെയ്യത്തില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എനേബിൾ ചെയ്യണം. So interrupt must be enabled or unmasked by software in order for the microcontroller to respond them. അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിലാണ് എനേബിളിംഗ് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീവേഡ് കറസ്പോണ്ടിങ് രജിസ്റ്ററിനകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഇൻട്രപ്റ്റ് എനേബിൾ ആവും. എനേബിൾ ആവുകയോ ഡിസേബിൾ ആക്കുകയോ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഈസ് ദ സ്റ്റാറ്റസ് രജിസ്റ്റർ. നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നൊരു കാര്യമാണ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ട് വരുന്ന 8 സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്. MSB ബിറ്റ് എന്ന് പറയുന്നത് I ആണ്. I എന്ന് പറഞ്ഞാൽ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഗ്ലോബൽ ഇൻട്രപ്റ്റ് എനേബിൾ. ഇവിടെ വെച്ചാൽ D7 ബിറ്റ് SR റെസ്പോൺസിബിൾ ഫോർ എനേബിളിംഗ് ഓർ ഡിസോബിളിംഗ് എ ഇൻട്രപ്റ്റ് ഗ്ലോബലി. അപ്പോൾ ഈ ഒരു ബിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എനേബിൾ ആകും. അത് 0 ആണെങ്കിൽ അത് ഡിസേബിൾഡ് ആകും. അത് ഇനി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ SCI സെറ്റ് ഇൻട്രപ്റ്റ് എനേബിൾ ഇൻട്രപ്റ്റ്, ക്ലിയർ ഇൻട്രപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെയിനായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻട്രപ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. Okay, thank you.